എൻ്റെ ചക്കരക്കുടമേ മാർച്ച് മൊത്തം നമ്മൾ കളിയാണ്, കളിയൂട്ട് കളി. ഇനി കളിച്ചാലും കളിച്ചില്ലെങ്കിലും പിൽസ് മുഖ്യമാണ് ചേട്ടാ. എന്തിനാണ് മോളെ പിൽസൊക്കെ? പിൽസിനൊന്നും ആവശ്യമില്ല, എനിക്ക് നിന്നെ പ്രഗ്നൻ്റ് ആക്കിയേ പറ്റൂ. അത് തന്നെ ഇതൊക്കെ കേട്ടിങ്ങനെ തരിച്ചു നിൽക്കുന്ന നമ്മളിപ്പോൾ അല്ലേ. പക്ഷെ ഇത് മുമ്പ് വേറെ ഒന്ന് കണ്ടിരുന്നു. നിനക്കുണ്ടായ കൊച്ചിന് ഒരു വട്ടമല്ല 2-3 വട്ടം അങ്ങ് ബാംഗ്ലൂർ കൊണ്ട് ഗർഭചിത്തിരം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കണ്ടു. എന്ത് മനുഷ്യനല്ലേ. എനിക്ക് മാർച്ച് മൊത്തം കളിച്ച് നിന്നെ പ്രഗ്നൻ്റ് ആക്കണം എന്ന് പറയുന്നു, മാർച്ച് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി 2 മാസം കഴിഞ്ഞാൽ എനിക്ക് നിന്റെ കൊച്ചിനെ ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നു. എന്ത് അവസ്ഥയാണ് ഇത് രസ കളി കാണാൻ. എന്താണ് സത്യം പറഞ്ഞല്ലോ, കാര്യമൊക്കെ ഒരേ കാര്യം തന്നെയാണ്. അത് അന്നൊന്ന് 2 കവറിലിട്ട് നിങ്ങളെ മുമ്പിലോട്ട് വെച്ച് തന്നു മാത്രം. അന്ന് ഏതായിരുന്നു, അന്ന് രാഹുലിൻ്റെ തലയിൽ കയറി താണ്ഡവമാടാൻ നിന്ന കുറേ ആൾക്കാർ മുഞ്ചിത്തെറ്റിയൊരു അവസ്ഥയിലോട്ട് വന്ന സമയത്ത് ഇനി ഒന്നും കിട്ടാത്തത് കൊണ്ട് പഴയ ചാറ്റിൻ്റെ ചില പീസുകൾ എടുത്തിട്ട് വീണ്ടും ഇടാ എന്ന് വിചാരിച്ചതാണോ, ഇനി വേറെ വല്ല മാനിപ്പുലേഷൻ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം നമ്മുടെ അന്നത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവും ഗർഭചിത്രവും ഗർഭം അലസിപ്പിക്കലും ഗർഭം ഉണ്ടാക്കലും സകലമാന പരിപാടികളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തൊരു അവസ്ഥയല്ലേ പാലക്കാട്ടുകാരത്, ഒരു രക്ഷയില്ല. ഈ ഒരു MLA കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയായിപ്പോയല്ലോ പാലക്കാട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ കിട്ടും. ഈ ഒരു MLA കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടെ ഇച്ചിരി കുണ്ടന്മാരായിട്ടുള്ള BJP-ക്കാർ മാത്രമാണ്. പിന്നെ കൂട്ടത്തിൽ പിന്നാലെ കൊടിയും പൊക്കി വന്ന ചില മരമുറി ചാനൽസും അല്ലെങ്കിൽ മരമുറി ടീംസും ഒക്കെ വന്നിരുന്നു. പക്ഷെ എവിടെയും കിട്ടിയില്ല. അവസാനം മുഞ്ചി തെറ്റിപ്പോയി വീണ്ടും വന്നിരിക്കുന്നു അടുത്ത പ്രഗ്നൻസി, അങ്ങനെയല്ല അടുത്ത ഗർഭകഥ വന്നിരിക്കുന്നു. ഇപ്രാവശ്യം അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ കഥകളിൽ നമുക്ക് ഗർഭം അലസിപ്പിക്കണം എന്നല്ല, നമ്മൾ കളിച്ച് ഗർഭം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ഇപ്രാവശ്യത്തെ എല്ലാ പരിപാടികളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗർഭം ഉണ്ടാക്കുന്നത് ഏത് മാർച്ചാന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏതാ മാസം, നമ്മളിപ്പം നവംബറിലല്ലേ പോകുന്നത്. ഇത് കഴിഞ്ഞ മാർച്ചാണോ മുമ്പത്തെ മാർച്ചാണോ ഏത് മാർച്ചാന്നുള്ളത് ഒരു തീരുമാനമായിട്ടില്ല. നടന്നത് മാർച്ചിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും അപ്പം അതിൻ്റെ മുമ്പത്തെ ഗർഭം അലസിപ്പിക്കലും ഗർഭം ഉണ്ടാക്കലും ഗർഭം പിടിക്കലും ഗർഭം പിഴിക്കലും ഒക്കെ പല പല ഹോട്ടലുകളിൽ മാറി പീഡനം നടന്നതൊക്കെ ഏത് മാസങ്ങളിലാണെന്നൊന്നും ഇതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല. കേരള ക്രൈം ബ്രാഞ്ച് അങ്ങ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, കോഴിക്കോട്, പിന്നെന്താ പറയുക നമ്മുടെ കൊച്ചിൻ, ട്രിവാൻഡ്രം സകലമാന ഹോട്ടലുകളും സകലമാന ഹോസ്പിറ്റലുകളും രാഹുലിൻ്റെ കൊണ്ട പുറ നോക്കി നടന്നു. അവസാനം ഒന്നും കിട്ടിയിട്ടില്ലാതെ മൂഞ്ചി തെറ്റി അങ്ങനെ പിണറായിച്ചൻ്റെ വീട്ടിലിരിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അതെവിടെ എത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു സത്യം. ഇനി ഇന്നത്തെ രാഹുൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്ന്, ഒരു ജനൻ TVയുടെ ഒരു മലയാളം പറഞ്ഞിട്ട് കുത്തി അങ്ങോട്ട് ചോദിക്കുക. ആ ഒരു പോഷൻ ഞാൻ വെച്ചിരുന്നു, കിട്ടും നിങ്ങൾ. മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്നു എന്ന രീതിയിൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രി കൂടെ തന്നെ ഒരു പരാതി കൈമാറും എന്നാണ് ഇപ്പൊ യുവതി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്റെ നിരപരാധിത്വം ഉണ്ടല്ലോ, എന്റെ നിരപരാധിത്വം. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതെപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. കണ്ടില്ല, ഓനങ്ങോട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പോണ്ടേ, ഓനങ്ങോട്ട് ഇങ്ങനെ സഹിക്കണില്ല. അതായത് രാഹുൽ ചോദിച്ചതാണ് വളരെ സത്യം. അല്ല, എൻ്റെ ഏതോ ഒരു വോയിസ് കിട്ടിയതെന്നും പറഞ്ഞ് നീയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ വെച്ച് നീയൊക്കെ വീഡിയോ ഇട്ടില്ലേ, ഇനിയിപ്പോൾ അത് സത്യമാണോ സത്യമല്ലേ എൻ്റെ വോയിസ് ആണോ നീ എന്നെ അങ്ങോട്ട് തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ നിഷേധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എത്ര കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അല്ലാണ്ട് എന്നോട് വിളിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ട് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കാനല്ല. എല്ലാം സെറ്റ് ചെയ്ത അവസാനം എന്ത് നമ്മുടെ മാധ്യമധർമ്മം ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാറ്റ് മറ്റേ വോയിസ് അവിടെ കിടക്കട്ടെ, എരയുടെ എരവാതൊക്കെ പറയുന്ന വോയിസ് അവിടെ കിടക്കട്ടെ, നമ്മൾ അതിൻ്റെ പിന്നാലൊന്നും പോകുന്നില്ല. നമുക്ക് ഇന്നത്തെ, അതായത് മാർച്ചിൽ മിക്കവാറും എല്ലാ ഡേയ്സും ഞാൻ ചെയ്യും. ഒരു ദിവസം ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ ഹോട്ടലിൽ തന്നെയാണോ അതോ വേറെ വല്ല എവിടെയാണോ എന്ന് അറിയില്ല. ഏതായാലും ഏത് മാർച്ചാണെന്ന് നമുക്കറിയില്ല. നിന്നെ പ്രഗ്നൻ്റ് ആക്കാൻ റെഡിയാകും. നീ പ്രഗ്നൻ്റ് ആകാൻ റെഡി ആക്കിയോ? അപ്പോൾ അപ്പുറത്തുനിന്ന് നമ്മുടെ പിൽസ് മുഖ്യം ബിഗിലെ വിട്ടുപോയതാട്ടോ. അല്ലെങ്കിൽ പിൽസ് മുഖ്യം എന്ന് പറയേണ്ട കഥ, പിൽസ് മുഖ്യം ബിഗിലേ. അപ്പോൾ രാഹുൽ പറയും വേണ്ടാ, വൈ, എനിക്ക് നിന്നെ പ്രഗ്നൻ്റ് ആക്കണം, എനിക്ക് നിൻ്റെ ഒരു കുഞ്ഞിക്കാല് കാണണം. ഇതൊക്കെയാണ് നമ്മുടെ രാഹുൽ പറയുന്നത്.
ഏതായാലും ആ സമയത്ത് രാഹുൽ മാംകൂട്ടത്തിലാണ്. ഓഹ്, എന്താടോ നിങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്നു, കൊച്ചുണ്ടാവാൻ പോകുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നു, രാഹുൽ ഏട്ടൻ എന്നൊക്കെ ഇട്ടുകൂടായിരുന്നോ? അതെന്ത് രാഹുൽ മാംകൂട്ടത്തിൽ നിന്നുള്ള? അത് മാത്രമല്ല, ഡിസപ്പിയറിങ് മെസ്സേജ് ആണ്. നിങ്ങൾ അവിടെ ഇത് കണ്ടോ, ഡിസപ്പിയറിങ് മെസ്സേജ് ആണ്. അപ്പം ഈ കളിക്കാൻ പോകുന്നതിന്റെ മുമ്പ് കൊച്ചിന് തന്നെ ഒരു സംശയമാണ്, ഇയാൾ പറ്റിക്കോ, ഇനിയിപ്പം ഞാൻ കളിക്കാൻ പോയിട്ട് അവസാനം പെടുവോ? ഏതായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാന്ന് വിചാരിച്ചാണു അല്ലേ. മാർച്ചിൽ കളിക്കുന്നു, അപ്പോൾ അത് മിക്കവാറും ഫെബ്രുവരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനുവരിയോ ആയിരിക്കാനാണ് ചാൻസ്. അപ്പം അന്നേ സംശയമുള്ള ഒരുത്തിൻ്റെ കൂടെയാണ് കളിക്ക് പോയത്. പ്രഗ്നൻ്റ് ആവാൻ റെഡി ആയത്, പിൽസ് കഴിക്കാൻ റെഡി ആയത്, പിൽസ് മുഖ്യം എന്നുള്ള തോന്നലൊക്കെ വന്നത് എപ്പോഴാണ്? നമ്മൾ കളിക്കാൻ പോകുന്ന ആളെ പറ്റി ഒരു വിശ്വാസവും ഇല്ല എങ്കിലും നമ്മൾ സ്ക്രീൻഷോട്ട് അന്നേ എടുത്ത് വെച്ച് 24 മണിക്കൂർ കൊണ്ട് തീരുന്ന മെസ്സേജാണ്. അപ്പം സ്ക്രീൻഷോട്ട് ഇന്ന് കാണിക്കണമെങ്കിലേ അന്നേ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ബന്ധത്തിൻ്റെ ഒരു ദൃഢത ഒരു എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി അതുപോട്ടെ, ഇനി നമ്മൾ കുറച്ച് പഴയ കഥയിലോട്ട് പോവാം അല്ലേ. പഴയ കഥയിലോട്ടും നമ്മുടെ ട്രീ കട്ടർ ചാനലും മറ്റ് പല ന്യൂസ് 9 ചാനൽ, ന്യൂസ് 9 18 ഏതായിരുന്ന ചാനൽ, അങ്ങനെ ചാനൽ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു സംഗീത ചാനൽ. ചാനലിലൊക്കെ വന്ന ചില ഇതിൽ നിങ്ങൾ കണ്ടോ, രാഹുൽ ഏട്ടൻ, ഇപ്പം രാഹുൽ മാംകൂട്ടത്തിലിട്ടോ. അന്നത്തെ ചാറ്റിൽ രാഹുൽ ഏട്ടനായിരുന്നു. സാധാരണ കളിക്ക് മുമ്പ് രാഹുൽ ഏട്ടനും കളിക്ക് ശേഷം രാഹുൽ മാംകൂട്ടത്തിലാവണ്ടേ. ഇവിടെ നേരെ തിരിച്ചാ, കളിക്ക് ശേഷം ഈ അലസിപ്പിക്കണം എന്ന് പറഞ്ഞ സമയത്ത് രാഹുൽ ഏട്ടനാവുന്നു, അതിന് മുമ്പ് രാഹുൽ മാംകൂട്ടത്തിലാവുന്നു. മൊത്തം കൺഫ്യൂഷൻ. അത് രാഹുൽ ഏട്ടനാണോ രാഹുൽ മാംകൂട്ടത്തിലാണോ, കളി കളിച്ചിട്ടുണ്ടോ, പീഡിപ്പിച്ചിട്ടുണ്ടോ, ഏതൊക്കെ ഹോട്ടലിലാണ് പീഡിപ്പിച്ചത്, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചാറ്റ്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇതിൻ്റെ പിന്നാലെ തിരിഞ്ഞും മറിഞ്ഞും ഓടിയിട്ടും ഒരു രക്ഷയില്ല. എവിടുന്ന് ഒരു ഉറ പോലും കണ്ടു കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആകെ മൂഞ്ചി തെറ്റിയില്ലേ. ഇനി നിങ്ങൾ പറ, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പറ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം എന്താണ്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും ഒരു BJPൻ്റെ കുണ്ടന്മാരും കാല് കുത്തിയിട്ടുമില്ല. അവന്മാർക്ക് പിടുങ്ങാമണി വിറച്ചിട്ട് രാഹുലിൻ്റെ മുമ്പിലൊന്നും പോയി നിൽക്കാനും പറ്റുന്നില്ല. ഒരു രക്ഷയില്ലാണ്ട് തേരാപാരാ നടക്കുന്ന നമ്മുടെ പ്രശാന്ത് കുണ്ടനും കുണ്ടൻ്റെ അമ്മാവൻ്റെ വൈഫും എല്ലാവരും കൂടെ കയറി അവിടെയും ഇവിടെയും നാശക്കല്ലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ ആവുന്ന സമയത്ത്. അതായത് ഈ പറഞ്ഞ ശ്രീകുമാര കുണ്ടനെയും ആ കുണ്ടൻ്റെ കുണ്ടനായിട്ടുള്ള നമ്മുടെ പ്രശാന്ത് കുണ്ടനെയും പാലക്കാട് ജനത അടുപ്പിക്കുന്നില്ല. പാലക്കാട് മൊത്തം തൂത്തുവാര എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് രാഹുലാണെങ്കിൽ ഇടിച്ചു കയറി പല സ്ഥലത്തും വരുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം, അതായത് ജാൻവി റാമിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, പിന്നെ BJPക്കാരുടെ സ്വന്തം നടിയായിട്ടുള്ള അനുശ്രീയുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ കണ്ട് ഹാലിളകി. പണ്ട് കുണ്ടനൊരു ഗുണ്ടിനെ ഇറക്കി വിട്ടിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫസ്റ്റ് രാഹുലിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഗുണ്ടി വന്ന സമയത്ത് ബബ്ബ അടിച്ചത് അവസാനം മൂഞ്ചി തെറ്റി ഗുണ്ടി നമ്മുടെ കുണ്ടൻ്റെ കൂടെ കളിക്കാൻ പോയി. അത് വേറെ ഒരു സ്ഥലത്ത് നിൽക്കട്ടെ, ആ കളി കളിഞ്ഞോണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടക്കാണ് കുണ്ടന് ഒരു രീതിയിലും പാലക്കാട് കാല് കുത്താൻ പറ്റുന്നില്ല. കുണ്ടൻ പാലക്കാട് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഒക്കെയാണ്, എന്നിട്ട് ഒരു കാര്യമില്ല. കുണ്ടനെ കൊണ്ട് ഒരു ഗുണവുമില്ല പാലക്കാട്ടുകാർക്ക് മനസ്സിലായപ്പം ഇനി അടുത്ത കഥ ഇറക്കിയിട്ടില്ലെങ്കിൽ കുണ്ടൻ മുഞ്ചിത്തെറ്റി വീട്ടിലിരിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പ്രശാന്ത് കുണ്ടൻ്റെ കൂടെ കുറേ മറ്റു കുണ്ടന്മാരും കൂടെ കൂടിയിട്ട് പണ്ട് വിട്ട ചാറ്റാന്നും പറഞ്ഞിട്ട് അന്നുണ്ടാക്കിയ ചാറ്റിൻ്റെ ഏതൊരു പോർഷൻ എടുത്ത് അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോഴാണ് രാഹുൽ ഏട്ടനും രാഹുൽ മാമ്പുകൂട്ടത്തിലും ഡിസപ്പിയറും മെസ്സേജും കുണ്ടൻ്റെയും ഒക്കെ വർത്താനം അല്ലെങ്കിൽ ഒക്കെ കഥകൾ ഇതിലോട്ട് വന്നത്. ഇപ്പോൾ ആകെ മുഞ്ചിത്തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പാലക്കാട് കയ്യിൽ നിന്ന് പോകുന്നൊരു തോന്നലുള്ളത് കൊണ്ടും പാലക്കാട് ഇനി BJP നിലം തൊടുന്നില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടും അവിടെ നിങ്ങളൊക്കെ അടിക്കാൻ പാകത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടും ആണ് പുതിയൊരു കഥ മെനഞ്ഞു വന്നത്. കഥ മെനഞ്ഞു വന്ന ചാനലുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂസ് മലയാളം, News 18, പിന്നെ നമ്മുടെ ട്രീ കട്ടർ ചാനൽ, ഇതിലൊക്കെയാണ് ആദ്യം ന്യൂസ് വന്നത്. ഇവന്മാരാണല്ലോ ഈ മറ്റേ സ്ഥാനത്തിരുന്നിട്ട് ഇമ്മാതിരി എന്താ ഇപ്പോൾ പറയുക, ഈ മുത്തുച്ചിപ്പി കഥകൾ വിടാൻ ഈ 3-4 ചാനലുകൾ ബെസ്റ്റാണ്. അതിലത്തെ അവതാരകരും ഒക്കെ ബെസ്റ്റ്. ഓരോ ചാനലും ഓരോരുത്തരുണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല. ചില പത്മമായിട്ടും അതല്ലെങ്കിൽ ചില നിങ്ങൾ അങ്ങ് കൂട്ടി വെച്ചോ പേരുകളൊക്കെ ഞാൻ പറഞ്ഞില്ല. ഈ 3 ചാനലിൽ 3 ഐക്കോൺ ഉണ്ട്. അതായത് ഈ കഥകൾ ഫസ്റ്റ് കൊണ്ടുവന്ന നമ്മുടെ റൊച്ചി പാലനും നമ്മുടെ അപ്പുറത്ത് മറ്റൊരു പേര് ഞാൻ മറന്നു കിട്ടോ, ഒരുത്തുണ്ടായിരുന്നല്ലോ അന്ന് ഈ ഫസ്റ്റ് ഇത് പുറത്തോട്ട് വിട്ടത് മറ്റേ News 9 ചാനൽ. 9 നിങ്ങൾ പ്ലസ് കൂട്ടി 18 നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ 9 അവർക്ക് ഏറ്റവും ബെസ്റ്റ് ചാനൽ. എന്താണ്, 9 കൊണ്ടുവന്ന അവരായിരുന്നു ഫസ്റ്റ്. നമ്മുടെ കുണ്ടൻ്റെ ഗുണ്ടിനെ കൊണ്ടുവന്ന അവരായിരുന്നു ഫസ്റ്റ്. അവർ ഇപ്പുറത്ത് എരനെ നേരിട്ട് പോയി കണ്ട് കണ്ണീർ തളത്തിൽ കെട്ടിത്തളഞ്ഞ് വീണ് നിന്ന നമ്മുടെ പത്മച്ചും ഈ ചാനലിലുണ്ട്. ഈ 3 ചാനലാണ് ഇന്നും
ഈ പറഞ്ഞ വാർത്തകളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള 3 ചാനലുകൾ. അപ്പം ഇവരുടെ കൂടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. കൂട്ടത്തിൽ ഇവരെ പിന്നാലെ ഇവർക്ക് ഫണ്ട് കൊടുത്ത് കളിക്കുന്ന പാലക്കാട്ടെ കുണ്ടനും BJPമാരെ സകല കുണ്ടന്മാരും ശാഖാ കുണ്ടന്മാരും സകല എന്താ പറയുക ചക്കര കുണ്ടന്മാരും എന്താ പറയുക ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള കളികൾ എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഇലക്ഷനാണ്, BJP മുഞ്ചും, കേരളത്തിൽ എന്തായാലും മുഞ്ചും. ബാക്കിയുള്ള സ്ഥലത്ത് വോട്ട് കട്ടിട്ടും അതല്ലെങ്കിൽ ബ്രസീലിയൻ മോഡലിനെയൊക്കെ ഇറക്കി നമ്മൾ വോട്ട് നേടിയാലും കേരളത്തിൽ അത് നടക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മൂഞ്ചും എന്നുള്ള കംപ്ലീറ്റ് പാലക്കാട് വരെ കയ്യിൽ നിന്ന് പോവും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് ഇനി അവസാനത്തെ തറക്കളി 18ാം അടവ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഓരോ വർഷം നമ്മൾ ഇറക്കുന്ന പോലെ സരിതനായിട്ടും സൗമ്യനായിട്ടും അതായിട്ടും റജീനനായിട്ടും ഒക്കെ നമ്മൾ ഇറക്കുന്ന പോലെ ഇപ്രാവശ്യം നമ്മൾ ഇറക്കി വിട്ടിട്ടുള്ള ഈ ഒരു ചാറ്റാണ്. ചാറ്റ് മാത്രമേ ഇവിടെ ആരും എന്തെന്നൊന്നുമില്ല. യുവ നടി വന്നു, യുവ എഴുത്തുകാരി വന്നു, യുവ കുണ്ടി വന്നു, എന്നിട്ട് ഒന്നും പിടിക്കാൻ കിട്ടിയില്ല. അവസാനം വീണ്ടും പഴയ ചാറ്റിൻ്റെ പുതിയ രൂപം, മറ്റേ എന്താ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്ന ആ പരിപാടി തന്നെ വീണ്ടും എടുത്തു വിട്ടിട്ടുണ്ട്. കണ്ടറിയാം ഇത് കേസാവോ, വീണ്ടും ഇപ്പം ക്രൈംബ്രാഞ്ച് മൂഞ്ചി തെറ്റി മറ്റേ ക്ലിഫ് ഹൗസിൽ ഇരിക്കുകയോ. ഇതൊക്കെ കണ്ടിട്ട് പേടിച്ച് മാളത്തിലിടിക്കുന്ന പ്രശാന്ത് കുണ്ടനും നമ്മുടെ ശ്രീകുമാര കുണ്ടന്മാരി കഥകളൊക്കെ നമുക്ക് നാളെയും മറ്റന്നാളായിട്ട് അറിയാം. വെയിറ്റ് ആൻഡ് സീ.